നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ചിത്രകാരിയും എഴുത്തുകാരിയുമായ വിക്ടോറിയ എന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. നമുക്ക് വിക്ടോറിയയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ആർട്ട് ഫീൽഡിലേക്ക് എപ്പോഴാണ് കടന്നു വന്നത്? കുഞ്ഞായിരിക്കുമ്പോൾ മതിലുകളിൽ എല്ലാ കുട്ടികളെയും പോലെ വരച്ചാണ് ഞാനും തുടങ്ങിയതെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അമ്മ അത് കണ്ടെത്തിയിട്ട് അമ്മ തറയിൽ വരയ്ക്കും, മതിലേ വരയ്ക്കേണ്ട, കാരണം നമ്മുടെ സ്വന്തം മതിലല്ല, ഇത് വാടക മതിലാണ്. കാരണം ഞാൻ ജനിച്ചതൊരു തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമത്തിൽ. എൻ്റെ ഫാദറിന് അവിടെയായിരുന്നു ജോലി. എൻ്റെ അച്ഛനും അമ്മയും, അമ്മ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയും, അച്ഛൻ ആലുവ പെരിയാറിൻ്റെ തീരത്തുമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് എൻ്റെ അപ്പൻ അവിടെ ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കുട്ടിയായിട്ട് ജനിച്ചത് തമിഴ്നാട്ടിലാണ്. അച്ഛൻ്റെ നാട്ടിൽ വന്ന് താമസിച്ചപ്പോൾ ഞാൻ അന്ന് എനിക്ക് തോന്നണേ എനിക്കൊരു 3 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് വരയ്ക്കണം. അപ്പം ഞാനിങ്ങനെ പേപ്പറുകളൊക്കെ നോക്കി കിടക്കുമ്പോൾ അന്നിങ്ങനെ പേപ്പറും പുസ്തകമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ ഒരു സ്ലേറ്റ് വരും, അതിൽ വരച്ചാൽ മതി എന്ന് പറയും. പക്ഷേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഈ സ്ലേറ്റ് അല്ല ഞാൻ വരയ്ക്കേണ്ടതെന്ന്. ഞാൻ തന്നെ നോക്കിയിട്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് പേപ്പറൊക്കെ കിടക്കണ്ടെങ്കിൽ എടുത്തിട്ട് ഞാൻ ചോദിക്കും, അമ്മ ഇത് ഞാൻ എടുത്തോട്ടെ. അപ്പം അമ്മ ചോദിക്കും എന്തിനാ? എനിക്കൊരു സാധനം ഉണ്ടാകാനാന്ന് പറയും. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഒരു പെൻസിലൊക്കെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ചേച്ചിയുടെ പെൻസിലാണോ എന്നറിയില്ല. എടുത്തിട്ട് ഞാനിങ്ങനെ പൂവും ഇലയൊക്കെ വരയ്ക്കും. എന്നിട്ട് ഞാൻ സ്വയം ഇങ്ങനെ ആലോചിക്കും, ഇപ്പം ഇതിന് കളർ കൊടുക്കണ്ടേന്ന്. അതെന്നോട് ആര് പറഞ്ഞൊന്നും തന്നതല്ല. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു തോട്ടമുണ്ട് കേരളത്തിൽ വന്നിട്ട്. ഞങ്ങളുടെ വീട്ടില്. എപ്പോഴാണ് കേരളത്തിലേക്ക് വന്നത്? കേരളത്തിൽ എനിക്ക് തോന്നുന്നു 3 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നണത്. എന്നിട്ട് ഞാൻ പോയിട്ട് അമ്മയുടെ തോട്ടത്തിലുള്ള പൂക്കളും ഇലയൊക്കെ പറിച്ചുകൊണ്ട് വരും. ഒരു ഇലയോ പൂവോ അമ്മയുടെ അനുവാദം ഇല്ലാതെ പറിക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഞാനിതെല്ലാം കട്ട് പറിച്ചിട്ട് ഉടുപ്പിന്റെ അകത്തിട്ടിട്ട് പോയി അവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ വരച്ചുകൊണ്ട് അതിങ്ങനെ കളർ കൊടുക്കും. കളർ കൊടുക്കണ ഇത് കളർ കൊടുക്കണ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ചു. വേറൊരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു വടിയോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ആ എതള അവിടെ വെക്കും. എന്നിട്ട് ഇതുകൊണ്ട് പതുക്കെ തേക്കും. കുഞ്ഞായിരിക്കുമ്പോഴാണ്. എന്നിട്ട് പതുക്കെ തേക്കും. അപ്പൊ നോക്കുമ്പോ അമ്മ നോക്കുമ്പോ എന്നെ കാണൂല, ഇതെവിടെ പോയി? അമ്മ ചോദിച്ചു, നീ അപ്പൊ എന്ത് പണിയാ നീ ചെയ്തോണ്ടിരിക്കണേ? അപ്പൊ എനിക്ക് പേടിയാ, അമ്മ തല്ലും എന്തായാലും, ചീത്ത പറയും. എനിക്ക് ചീത്ത കേൾക്കാൻ ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ കുറച്ച് പൂവലയൊക്കെ പറിച്ചിട്ടുണ്ടെന്ന് പറയും. അതെന്തിനാ നീ പറിച്ചത്? നീ എന്നോട് ചോദിച്ചില്ലല്ലോ. അമ്മ ഭയങ്കര പണിയായിരുന്നു, അപ്പൊ എനിക്കിങ്ങനെ കളർ കൊടുക്കാനാന്ന് പറഞ്ഞു. എവിടെ? നീ എന്തിനാ കളർ കൊടുക്കണ? ഉടുപ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പേപ്പറിൽ വരച്ചിട്ട് കളർ കൊടുക്കാം. അമ്മ ഇങ്ങനെ നിന്നു കേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു, അമ്മ എന്താ വായ വിളിച്ചിരിക്കണേ? ഓ എൻ്റെ മോളെ, കുഴപ്പമില്ല, നീ വരച്ചോ. നീ ഇങ്ങനെ വരയ്ക്കണത് എൻ്റെ മനസ്സിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അന്നാളിൽ പറഞ്ഞ എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മോട് ചോദിക്കാണ്ടാണ് ഞാൻ പറഞ്ഞ, അമ്മ എന്നെ തല്ലൊന്നും ചെയ്യരുത് കേട്ടോ, ഞാൻ മറന്നുപോയി ചോദിക്കാൻ, വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കാനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, പോട്ടെ, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ, അതുകൊണ്ട് ഞാൻ അനുവദിച്ചു എന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ട് എപ്പോഴാണ് ചിത്രകല
എൻ്റെ ജീവിത മാർഗമാക്കണം, അല്ലെങ്കിൽ ഇതാണ് എനിക്കിനി മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ളത് എന്ന് എപ്പോഴാണ് തീരുമാനമെടുത്തത്? അതൊരിക്കലും വന്നതല്ല, വന്ന് വീണതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വരയ്ക്കും ഇതുപോലെ തന്നെ. അപ്പോൾ ഡ്രോയിങ് സാർ പറഞ്ഞു എല്ലാവർക്കും 3.5 മാർക്ക് 3 മാർക്ക് അത്രേ കൊടുക്കുള്ളൂ. ഹരിദാസ് എന്നാണ് സാറിൻ്റെ പേര്. സാർ ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിൽ പുഴയുടെ അരികത്ത്. സാർ ഇങ്ങനെ കണ്ണാടിയെ കൂടെ ഞാൻ വരച്ചത് ഇങ്ങനെ നോക്കിയിട്ട് സാറ് 4 ഇട്ട് തരും. അപ്പൊ എല്ലാ പിള്ളേരും മേടിച്ചു എന്താ കുട്ടിക്ക് 4 കൊടുത്തായിരുന്നു. അപ്പൊ ഞാനും ഓർക്കും എന്താണാവോ സാർ എനിക്ക് 4 തന്നിട്ടുണ്ടല്ലോ, ചിലപ്പോ 3.5 കിട്ടാറുള്ളൂ, മാക്സിമം 3.5 ഉള്ളൂ സാറിന്റെ. സാറൊന്നും മിണ്ടുന്നില്ല, മുറുക്കാനും ചവച്ചുകൊണ്ട് നല്ല നല്ല സൈസായിട്ടുള്ള ഒരു സാറായിരുന്നു, നല്ല ഇതാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും മിണ്ടാറില്ല. അപ്പൊ സാറ് എന്നോട് ഒരിക്കൽ ചോദിച്ചു, 8ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഹൈസ്കൂളിൽ. അപ്പൊ സാറ് പറഞ്ഞു കുട്ടി കോമ്പറ്റീഷൻ ഉണ്ട്, ഡ്രോയിങ്ങിനും പെയിന്റിങ്ങിനും പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാനില്ല. അപ്പൊ സാറ് ചോദിച്ചു അതെന്താ? കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, പിന്നെ നാടകം വേറെ ഉണ്ട്. നാടകം പഠിക്കാൻ സമയം ഉണ്ടായിരുന്നു. അപ്പൊ പഠിക്കാൻ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പഠിക്കും. ഇന്നത്തെ പോലത്തെ പിള്ളേരെ പോലെ ഒന്നും അല്ലായിരുന്നു. എന്ന് വെച്ചാൽ അത്ര വലിയ ബ്രൈറ്റ് ആയിരുന്നൊന്നും പറയണില്ല, ഞാനെല്ലാം പഠിക്കും. അന്ന് അല്ലാണ്ട് നമ്മുടെ അമ്മ അതെ പഠിക്കണ സമയത്ത് പഠിക്ക് എന്ന് പറയണല്ലാതെ ആദ്യമൊക്കെ വല്ല അക്ഷരമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലാതെ ഈ 5 പേരെ അമ്മയ്ക്ക് പഠിപ്പിക്കാൻ പറ്റാറില്ല. വീട്ടിൽ കൃഷിയും കാര്യങ്ങളും, അച്ഛൻ ദൂരെ ആയതുകൊണ്ട് അമ്മ തന്നെ എല്ലാ കാര്യവും നോക്കണം. ഒരു വെക്കേഷന് എല്ലാവരും കിടന്നുറങ്ങി ഇങ്ങനെ ഒരു മുറിയില്. എന്നിട്ട് അമ്മയ്ക്ക് ഉറങ്ങണമല്ലോ, അങ്ങനെ ഞാൻ അപ്പൊ പുറത്തിറങ്ങിയിട്ട് ഒരു വെക്കേഷനുമായിട്ട് ഒരു പാലമരം വെട്ടിയെടുത്തുകൊണ്ട് വന്ന് കറിക്കത്തി എടുത്തുകൊണ്ട് എന്തെടുക്കണമെങ്കിലും അമ്മോട് ചോദിക്കണം, അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ അമ്മയും നല്ല ഉറക്കാം. അപ്പൊ ഞാൻ പതുക്കെ ഇറങ്ങി പാലമരത്തിന്റെ കൊമ്പ് വെട്ടി കൊണ്ടുവന്ന് അത് ചീകി ഒരു പെണ്ണിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ അമ്മ പറയുന്നു ഒരു വടിയായിട്ട്. അമ്മയ്ക്ക് വേണ്ടി കൈ മുറിഞ്ഞാ പിന്നെ പണിയല്ലേ. അമ്മ പറഞ്ഞു നീ ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് നീ ഇവിടെ എന്ത് പണിയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനേ ഈ മരമല്ലേ അമ്മ പറഞ്ഞ അമ്മയുടെ അപ്പൻ പാലമരത്തിൽ എന്തോ കൊത്തി ഉണ്ടാക്കിയെന്ന്. അപ്പൊ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാനിതിങ്ങനെ ഉണ്ടാക്കി നോക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അതിങ്ങനെ മേടിച്ചു നോക്കിയപ്പോ സ്ത്രീയുടെ രൂപമൊക്കെ ഉണ്ട്, ഒരു മുണ്ടും ബ്ലൗസും ഇട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കണ പോലെയൊക്കെ ഉണ്ട്. കൈ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞേടി ഇത് എന്റെ അപ്പന്റെ കഴിവാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ അപ്പനും അങ്ങനെ കുത്തുപണിയും എഴുത്തും ഭാര്യയും അങ്ങനെ കരയാണ് ശരിക്കും ഉണ്ടായത്. അപ്പൊ എനിക്കൊരു പ്രോത്സാഹനമായി. അല്ല എനിക്കൊരു പ്രോത്സാഹനമായി, കാരണം ഇനിയും കത്തിയെടുക്കുകയും ചെയ്യാം, ഇനിയും വെട്ടുകയും ചെയ്യാലോ. ഡിഗ്രിക്ക് ചേർന്നത് ശങ്കര കോളേജിലാണ് അല്ലെ, കാലടി. അപ്പൊ അവിടെ നമ്മള് ഇങ്ങനെ ആർട്ടിന് വേണ്ടിയിട്ടല്ല, സാഹിത്യമാണ് എടുത്തത്. ഇല്ല, ഞാൻ ആർട്ട് പഠിക്കണോന്ന് സാറ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ആർട്ട് തന്നെ പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഈ ഡാൻസിന്റെ ഇടയിൽ നിന്ന് സാറ് എന്നെ വിളിച്ചുകൊണ്ടിട്ട് 9ാം ക്ലാസ്സിലെ ഇതിലിരുത്തിയപ്പോ എനിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു. അപ്പൊ ഡ്രോയിങ്ങിന് ഫസ്റ്റ് കിട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം പെയിന്റിങ് ആയിരുന്നു. സാറ് പറഞ്ഞു മുറുക്കാനും വയലിട്ടുണ്ടാ പറഞ്ഞു നാളെ വന്നു നമ്മള് പെയിന്റിങ് കാണും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാനെങ്കില്ല. സാറ് അതെന്താ? ഞാൻ പറഞ്ഞു എനിക്ക് പെയിന്റ് ഇല്ല. അപ്പൊ സാറ് പറഞ്ഞു പെയിന്റ് ഒക്കെ ഒപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ അമ്മയുടെ അടുത്ത് പോയി. ക്ലാസ് കഴിഞ്ഞപ്പോ സ്കൂളിന്റെ അടുത്ത് നേരെ തൊട്ട് ഞങ്ങൾക്കൊരു കടയും വീടും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മയൊക്കെ അറിയാം. അപ്പൊ അമ്മയുടെ അടുത്ത് നിന്നിട്ട് സാറ് പറഞ്ഞു നാളെ കുട്ടിക്ക് ഒരു പെയിന്റ് മേടിച്ചു കൊടുക്കണം കേട്ടോ എന്ന്. എന്റെ അമ്മ കാലടി പോയി പെയിന്റ് മേടിച്ചു കൊണ്ട് തന്നു. അത് ക്യാമലിന്റെ ട്യൂബ് കൊണ്ട് തന്നു. അപ്പോഴും ഞാൻ ഓർക്കണ്ട് ഈ ട്യൂബ് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഞാൻ കേക്ക് ഇട്ട് വരയ്ക്കണല്ലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ സാറിനോട് പറഞ്ഞു. സാറ് നേരം വെളുത്തപ്പോ വന്നപ്പോ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ട്യൂബ്. സാറ് പറയണം കുട്ടി ഒന്നും മിണ്ടണ്ട, ഇതവിടെ 40 പേര് ഇരിപ്പുണ്ട്, അല്ലെ എവിടെയെങ്കിലും ഫ്രണ്ടിൽ തന്നെ ഇവിടെ തന്നെ ഇരുന്നോ, എന്നിട്ട് പെയിന്റ് ഇട്ടോ വരച്ചോ. ആ വരച്ചില്ല അതുപോലെ വരച്ചിട്ടുണ്ട്, അതാ ബ്രഷ് വെച്ച് മുക്കണം. അപ്പൊ അന്ന് കണ്ടില്ലേ അതുപോലെ അങ്ങോട്ട് തേക്കണം. അത് ക്യാമലിന്റെ ട്യൂബായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു ഇന്നലെ വരച്ചതിന് പ്രൈസ് ഉണ്ട് കേട്ടോ, ഫസ്റ്റാണ് ഡ്രോയിങ്ങിന്, അപ്പൊ ഇന്ന് പ്രൈസൊക്കെ വാങ്ങിക്കണം, അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം പെയിന്റ് ചെയ്ത ഒരു പെൺകുട്ടി ഒരു എന്താ പറയുക വെള്ളത്തിനകത്ത് ചോലയുടെ അകത്തുനിന്ന്
കോരി എടുത്തുകൊണ്ട് കുടത്തിലിങ്ങനെ വെച്ചിട്ട് നിൽക്കണ ഒരു സ്റ്റെപ്പായിരുന്നു വരച്ചത്. എനിക്ക് തന്നെ അതിശയം തോന്നി, ഇപ്പൊ ഞാനെങ്ങനെ ഈ പെയിന്റ് ഉപയോഗിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു, കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ അതിനും പ്രൈസ് കിട്ടി. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു, നിനക്ക് വരയ്ക്കാനുള്ള കഴിവ് അതെ, എന്റെ അപ്പന്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, നിനക്ക് ദൈവാനുഗ്രഹം കിട്ടി. ഡിഗ്രി പക്ഷെ അത് കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു ഇത് തന്നെ പഠിക്കണം കേട്ടോ എന്നാ. പക്ഷെ എനിക്കൊരു വീക്ക്നെസ് ഉണ്ടായി, സാൻസ്ക്രിറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ 5ാം ക്ലാസ് മുതൽ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ട്. അത് അകവൂർ മനവക സ്കൂളാണ്. അപ്പൊ അവിടെ മലയാളം വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു മലയാളം അല്ലാണ്ട് നമുക്ക് അറിയണമല്ലോ, അപ്പൊ നമുക്ക് സംസ്കൃതം പഠിക്കാം. ആ സാറാണെങ്കിൽ നിറച്ച് സ്റ്റോറി പറഞ്ഞു തന്നെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംസ്കൃതം പഠിച്ചാൽ മതി. അങ്ങനെ അമ്മ പറഞ്ഞു മോള് പഠിച്ചോ, കാരണം അമ്മയുടെ അപ്പനും സംസ്കൃതവും തമിഴൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ അന്ന് സാധാരണ ക്രിസ്ത്യൻ കുട്ടികളാർക്കും സംസ്കൃതം എടുക്കാറില്ല. അങ്ങനെ എൻ്റെ അമ്മ സമ്മതിച്ചു. നിറച്ച് സ്റ്റോറിയല്ലേ, രാമായണം മഹാഭാരതം. അപ്പൊ ഞാനടുത്ത് പള്ളിയിൽ പോകുമ്പോൾ കാറ്റിസം പഠിക്കണം, പിന്നെ പുസ്തകം പഠിക്കണം. എന്നാ പിന്നെ അതൊക്കെ കഥകളല്ലേ, എനിക്ക് കഥ കേൾക്കണ്ടേ. അങ്ങനെ ഞാൻ നന്നായിട്ട് പഠിപ്പിക്കണ ഒരു സാറാ, വേറൊരു സാറാ രാമദാസ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ പഠിക്കേണ്ടത് വേദാന്തം അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത് എനിക്ക് സബ്ജക്റ്റ് എന്തെങ്കിലും ലാംഗ്വേജ് പഠിക്കണം. അപ്പോഴാണ് ഈ സാറ് പറഞ്ഞ ഡ്രോയിങ് പഠിക്കാം. അപ്പം ഞാൻ അവിടെയൊക്കെ അന്വേഷിപ്പിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡ്രോയിങ്ങിന് പോയാൽ മതി. അങ്ങനെ പ്രീ ഡിഗ്രി സാഹിത്യ ശാസ്ത്ര ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ശ്രീശങ്കര കോളേജിൽ പോയിട്ട് സാൻസ്ക്രിറ്റ് ഐച്ഛിക വിഷയമായിട്ട് എടുത്തിട്ട് പഠിച്ചു. അങ്ങനെ വീണ്ടും ഞാൻ നോക്കുമ്പോൾ വേദാന്തം എന്താണെന്നൊന്ന് പഠിക്കണം. സാൻസ്ക്രിറ്റ് പഠിച്ചതിന് ശേഷം വീണ്ടും എപ്പോഴാണ് നമ്മള് ചിത്രകലയിലേക്ക് വന്നത്? അതൊരു ഐഡിയ ആണ്. അതായത് ഞാൻ അവിടെ പഠിക്കണ്ടെങ്കിലും അവിടുത്തെ കോമ്പറ്റീഷൻ വന്നപ്പോൾ ഞാൻ തന്നെ പേര് കൊടുത്തു. കാരണം ഈ സാർ എപ്പോഴും എന്നോട് എൻകറേജ് ചെയ്തിട്ടുണ്ടല്ലോ. കോളേജിൽ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് ഞാൻ കോളേജ് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് പറഞ്ഞാൽ 10,000 കുട്ടികളുണ്ട് അവിടെ പഠിക്കണം. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഉണ്ട് ഡ്രോയിങ്ങിന്. പിന്നെ പെയിന്റിങ് ഞാൻ അതുപോലെ തന്നെ എടുത്തപ്പോൾ ഫസ്റ്റ് ഉണ്ട്. അപ്പം ഈ കോളേജ് മാഗസിനിൽ ഇടണമല്ലോ. അപ്പൊ അവര് എഡിറ്റോറിയൽ വന്നിട്ട് എന്നോട് പറഞ്ഞു കുട്ടി നാളെ തന്നെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, മാഗസിനിൽ ഇടാനുള്ള പ്രൈസ് ഉള്ളതല്ലേ. അപ്പൊ അതവര് ഫോട്ടോ വന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സാറിന് സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ വേഗം കാഞ്ഞൂരിക്ക് കോളേജിൽ നിന്ന് വിട്ടങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് സാറിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്, എനിക്കൊരു ഫോട്ടോ വേണം, അതിന് ഞാൻ വന്നത്. എന്താ വിഷയം? അപ്പം ഞാൻ പറഞ്ഞു സാറേ ഡ്രോയിങ്ങിനും പെയിന്റിങ്ങിനും എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്, പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു പ്രീ ഡിഗ്രിക്ക്. അപ്പൊ സാറ് പറഞ്ഞു ഈ കുട്ടി എന്തൊരു മണ്ടത്തരാ ചെയ്തത്, കുട്ടി പോയിട്ട് വേദാന്തവും സംസ്കൃതമൊക്കെ എന്തിനാ പഠിച്ചത്, കുട്ടി പഠിക്കേണ്ട ആർട്ടല്ലേ എന്ന് പറഞ്ഞു. ആ സാറ് എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞു സാറേ എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം, പക്ഷെ എനിക്ക് വരയ്ക്കാനും പഠിക്കാനുള്ള ഒരു കോളേജ് വേണ്ടേ ഇവിടെ. അങ്ങനെ സാറ് പറഞ്ഞു ഈ അപ്പോഴത്തേക്കും പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു പെരുമ്പാവൂർ പോയിട്ട് സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ട്, ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് അവിടെ പോയിട്ട് പഠിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഡിഗ്രിക്ക് ശേഷം ഇല്ല ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ മോർണിംഗ് ക്ലാസ് ആയി. അതായത് രാവിലെ 9 തുടങ്ങി 3 മണി വരെ, 3 മണിയല്ല 1 മണി വരെ ആയിട്ടാണ് ഡിഗ്രി. ഇപ്പൊ 2 ബാച്ചാക്കി. അത് കഴിഞ്ഞ് 2 മണി തൊട്ട് അടുത്ത ബാച്ച്, അങ്ങനെയാ ശ്രീശങ്കരയില്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ അവിടെ പോയി പഠിക്കാം. അങ്ങനെ അമ്മ സമ്മതിച്ചു, അവിടെ കൊണ്ട് സ്കൂൾ ഓഫ് ആർട്സിലാക്കി. എന്നിട്ട് സാറിനോട് പറഞ്ഞു ഈ കുട്ടിക്ക് പരീക്ഷ എഴുതണം, അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ടേ വരുള്ളൂ, സാറ് അഡ്ജസ്റ്റ് ചെയ്യണം. സാറ് പറഞ്ഞു കുട്ടിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ വരയ്ക്കുക, പെയിന്റ് ചെയ്യുകയോ ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, ആ ചെയ്തതൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ അവിടെ പോയി ചേർന്നു. അപ്പൊ രാവിലെ വേദാന്തം പഠിക്കാൻ കാഞ്ഞൂരിന്ന് 2 വണ്ടി കയറി ഈ മലയുടെ മുകളിലുള്ള ശ്രീശങ്കര കോളേജ് അവിടെ പോകും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടിഫിൻ ഉണ്ടാവും, അത് തിന്നോ തിന്നില്ലേന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടി ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് സ്കൂൾ ഓഫ് ആർട്സിലേക്ക് പോകും. എക്സിബിഷൻസ് ഒത്തിരി ചെയ്തിട്ടുണ്ടല്ലേ, ഇന്ത്യക്കും പുറത്തും. ജർമ്മനിയിൽ ഒരു പ്രശസ്തമായ ഒരു എക്സിബിഷന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഒരു ഏഷ്യൻ പ്രോഗ്രാം ആയിരുന്നു, അതായത് എത്നോളജിക്കൽ മ്യൂസിയം. അതൊരു ഏഷ്യൻ പ്രോഗ്രാം ഇൻവൈറ്റ് ആയിരുന്നു. ഈ 7 പെയിന്റിങ് ഇത്ര ഉള്ള ഒരു വലിയ പെട്ടിയിലാക്കി അടച്ച് ഫ്രെയിമിട്ട്, ആലിസ് ഇൻ വണ്ടർലാൻഡില്ലേ, കാരണം ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, എന്നെക്കാളും വലിയ പെട്ടി 7 പെയിന്റിങ്. എന്നിട്ട് ഈ ഇന്റർനാഷണൽ ലെവലില് ഈ ശരിക്കും പറഞ്ഞാൽ കൊച്ചിന്ന് ട്രിവാൻഡ്രം പോലും ഒറ്റയ്ക്ക് പോകാത്ത ഞാൻ അവിടെ പോയിട്ട് ബെർലിനിലെ എത്നോളജിക്കൽ മ്യൂസിയത്തിലാണ് ഷോ ചെയ്തത്. മറ്റ് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. പെയിന്റിങ്സ് മാത്രമല്ല, അത് നമ്മൾ പഠിക്കണം അതിനെപ്പറ്റി. അതായത് ഈ കരവേലകള്, പെയിന്റിങ്സ്, പാട്ടുകാര്, ഇങ്ങനെ മികവ് തെളിയിച്ചിട്ടുള്ള അവര് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരാണ് അവിടെ വന്നത്. ഒരു ഏത് കാലഘട്ടത്തിലാണ് അത്? 2011. അപ്പൊ നമുക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു.
സ്റ്റുഡിയോ ഞാൻ 15 വർഷമായിട്ട് സ്റ്റുഡിയോ പുറത്തുണ്ട്. അതായത് വീട്ടിൽ അതിനു മുമ്പേ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ഒരു റൂം. ഉം. മട്ടാഞ്ചേരിയിൽ 10 വർഷമായിട്ട് ഇപ്പൊ നമസ്തേ ആർട്ട് സെന്റർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ആ നമസ്തേ ആർട്ട് സെന്ററിന്റെ ഒരു പ്രശസ്തമായ വ്ളോഗൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. അത് വിക്ടോ ആർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ 11 മുമ്പ് വരെയുള്ള 10 വരെയുള്ള ചെറിയൊരു കവിതകളും, അതായത് ഇന്ത്യൻ വില്ലേജസ് എന്ന് പറഞ്ഞിട്ട് 11 കവിത, പിന്നെ കുറച്ച് ചിത്രങ്ങൾ, പിന്നെ അവിടെ ഷോ ചെയ്ത ചിത്രങ്ങൾ, അങ്ങനത്തെ കുറച്ചുണ്ട്. പക്ഷെ ഈ 10 വർഷത്തിന് 2010 ശേഷമുള്ള ഈ 10 വർഷത്തെ അതിൽ ചേർത്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൂടെ ചെയ്താലേ കുറച്ച് അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയും വിക്ടോറിയ എന്ന ആർട്ടിസ്റ്റിന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇനിയും? ഞാൻ എഴുതുന്നുണ്ട്. പക്ഷെ എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ കവിതകളുടെ 2 ബുക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്, ടോക്കിംഗ് ട്രീസ്, പിന്നെ ഇന്ത്യൻ വില്ലേജസ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് എൻ്റെ ചിത്രങ്ങളും എൻ്റെ കവിതകളും ചേർത്താണ്. അപ്പോൾ ഒരു പേജ് ചിത്രമാണെങ്കിൽ ഒരു പേജ് കവിത, അങ്ങനെ ഒരു 11 കവിതയും ഒരു 10-20 ചിത്രമായിട്ട് ഒരു ബുക്ക്. അതാണ് ഇന്ത്യൻ വില്ലേജസ്. അത് ആദ്യം 2006 ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഇന്ദുവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടോക്കിംഗ് ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ചെയ്തു. അത് ലോട്ടസ് സ്റ്റിഗ്ലർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുറച്ച് കവിതയും എൻ്റെ കവിതകളും എൻ്റെ മുഴുവൻ ചിത്രങ്ങളും. മറ്റൊരാളുടെയും കൂടെ കൂടിയിട്ട് ഇല്ല, എൻ്റെ കവിതകള്, അവരുടെ ഒരു 6 കവിത, എൻ്റെ മുഴുവൻ ചിത്രങ്ങൾ, അങ്ങനെയാണ് ടോക്കിംഗ് ട്രീസ് ചെയ്തത്. പക്ഷെ അതിന്റെ എഡിഷനൊക്കെ ചെയ്യണം, രണ്ടാമത് ബൾക്ക് പ്രിന്റ് ആയിട്ടോ എഡിഷനായിട്ടോ ചെയ്യണം. ഇന്നത്തെ തലമുറയുടെ ഒരു ചിന്താഗതി വളരെ വ്യത്യസ്തമാണല്ലേ? അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിന്റെ മാറ്റം നമ്മുടെ ലോകത്തിൽ തന്നെ വളരെയധികം വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ചിത്രകാരി എന്ന നിലയിൽ വിക്ടോറിയ എന്ന ആർട്ടിസ്റ്റിന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരു ചെറിയ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് നോട്ട് മാറിയപ്പോൾ നമ്മൾ എല്ലാവരും ചീറ്റിപ്പോയി. ഒന്ന്, പിന്നെ നമുക്കുണ്ടായത് ഒരു പ്രളയം. ആ പ്രളയത്തിൽ എല്ലാവരും മുങ്ങിപ്പോയി. എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ അറിയാം. ഞങ്ങളൊക്കെ 5 ദിവസം 6 ദിവസമൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് അക്കാഡമിയൊക്കെ പെയിന്റ് വന്നിട്ട് വരച്ചിട്ട് അവിടെ സെയിൽ ചെയ്തു. രണ്ടാമത്തെ പ്രളയത്തിന് അതുണ്ടായില്ല. അപ്പൊ മൂന്നാമത് നമുക്ക് വന്നേക്കണത് ഒരു ചെറിയ ഇത്തിരി പോകുന്ന ഒരു, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അണു. അതായത് ഇപ്പൊ ഈ പറയുന്ന COVID-19 എന്ന് പറഞ്ഞ ഈ അണുവിനെ നമ്മളൊക്കെ ലോകം മുഴുവൻ പേടിച്ച്, ഇപ്പൊ നമുക്ക് എന്താ പറയുക, മാസ്ക് ഇടണം, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എന്താ പറയണ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ദൈനംദിന റൊട്ടീനെല്ലാം മാറി. ഈ താഴേക്കിടയിലുള്ള ആളുകൾ തുടങ്ങി മുകളിലുള്ള തലപ്പത്തിരിക്കുന്ന ആളുകൾ വരെ, അതായത് ഇപ്പൊ പൈലറ്റ് തുടങ്ങി മീൻ വിൽക്കണം മീൻകാരൻ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള്, അതല്ലെങ്കിൽ ബിസിനസ്സുകാർ, വലിയ ബിസിനസ്സുകാർ, അതുപോലെ താഴെ ഈ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തിരുന്നവർ, ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നവർ, വണ്ടി ഓടിച്ചിരുന്നവർ, എന്നെ പോലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഐസൊലേറ്റഡ് ഒരു ഇതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ മറികടക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിനെ, ഈ വൈറസിനെ നമ്മൾ സ്റ്റേ അറ്റ് ഹോം മാത്രമല്ല, നമുക്കിനി എല്ലായിടത്തും ഒക്കെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ കൈ കഴുകിയും ഈ പറഞ്ഞ ക്വാറന്റൈൻ നിയമങ്ങൾ ലംഘിക്കാതെ പുറത്തുനിന്ന് വന്നേക്കുന്നവരാണ് നമുക്ക് അകത്തുള്ളവർ ഈ വായുവിൽ പടരാതെ ഈ അണുവിനെ നമ്മൾ പടർത്താതെ നമ്മളെ ജനജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ഓവർകം ചെയ്യും. കാരണം ഇപ്പൊ തന്നെ പറയുന്നുണ്ട്, നമുക്ക് കൃഷിക്ക് ധാരാളം സാധ്യതയുണ്ട്, അതുപോലെ മീൻ വളർത്തലിന് സാധ്യതയുണ്ട്, പിന്നെ ഈ പെയിന്റിങ്ങിനും സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാനസിക ഉല്ലാസമാണ്. എല്ലാവരും പുറമേ നിന്ന് കാണുന്നത്, നിങ്ങൾ ഈ മുട്ടക്കോഴീനെ കൊണ്ടുവന്ന് വെച്ചിട്ട് മുട്ടയിടും, ആ മുട്ട വിൽക്കും, അപ്പൊ ഇത്ര കാശ് കിട്ടും, ഇങ്ങനത്തെ കണക്കുകൂട്ടലല്ല ഈ കല എന്ന് പറയണത്. ഇത് പൊതുജനത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിയായ അറിവ് എല്ലാവർക്കും ഇല്ല, എങ്കിൽ കുറെ പേരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇതൊരു മാനസിക ഉല്ലാസം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. എന്നും നമ്മൾ പൈസ കണക്ക് കൂട്ടുക,
എന്നും നമ്മുടെ കുറെ കൂടി പൊങ്ങണം. അതായത് ഇപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ, ഇനി ഇതിനേക്കാൾ കൂടുതൽ വേണം, കുറെ സൗകര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പണ്ട് ഞാൻ ഒരു കവിത പഠിച്ചത് ഓർക്കുന്നുണ്ട്. ഇത് ഈ ഫെദർ ടച്ചിൽ കിടന്ന് ലാസ്റ്റ് നമുക്ക് ഈ ഫെദർ ബെഡില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പൊ വന്നു. ഇനിയിപ്പോ നമ്മൾ തറയെ കിടന്നുറങ്ങി, തറയെന്ന് തുടങ്ങി ഒന്നേന്ന് തുടങ്ങുകയാണ് എല്ലാവരും തുടങ്ങണം തീർച്ചയായിട്ടും നമ്മളെ പഠിപ്പിച്ച ഒരു പാഠം. പക്ഷെ എന്താണ് ഈ ഭൂഖണ്ഡം അല്ലെങ്കിൽ മനുഷ്യ മഹാജനങ്ങളെ എങ്ങനെ എന്ന ഒരു ബോധം ഉണ്ടാകണ എപ്പോഴും നല്ലതാണ്. ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ സപ്പോർട്ട് അവരുടെ ഫാമിലിയാണ്. അപ്പോൾ കുടുംബത്തെ പറ്റി ഒന്ന് പറയാം. കുടുംബം, ഹസ്ബൻഡ് ഒരു ഫോട്ടോഗ്രാഫറാണ്, ആർട്ടിസ്റ്റ് തന്നെയാണ്. ഹസ്ബൻഡ് ഫാദർ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി പഠിച്ച ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, 65 വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു AR സ്റ്റുഡിയോ. ഒരു മകൻ ഗ്രാഫിക് ഡിസൈനറാണ്, അവൻ ആർട്ടിസ്റ്റ് തന്നെയാണ്, സ്കൾപ്ചർ അതുപോലെ തന്നെ അനിമേഷൻ. ഇപ്പോൾ ഗ്രാഫിക്കും ഇതൊക്കെയാണ് ചെയ്യണത്, ഗ്രാഫിക് അനിമേഷനാണ് ചെയ്യണത്. മോള് അതുപോലെ തന്നെ ഒരു TV ആങ്കറും ഒക്കെയാണ്. പിന്നെ എന്താ പറയുക, കല ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയത് അവരൊക്കെ ഉള്ള സപ്പോർട്ട് കൊണ്ട്, ഹസ്ബൻഡിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ്. ഇപ്പം ഹസ്ബൻഡ് വിചാരിക്കുകയാണ് നീ ഇത് വരയ്ക്കണ്ട, ഈ ഫീൽഡിലേക്ക് പോകണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്കത് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ ഫീൽഡ്. ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ആർട്ടിസ്റ്റാണ് വിക്ടോറിയ. അപ്പോൾ ഇനിയും എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ആർട്ടിസ്റ്റിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരേക്കും ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു.